നമസ്തേ, ഞാൻ ശിവൻ, പാല ബ്രില്യൻ സ്റ്റഡി സെൻറ്ററിൽ നിന്നും. കീം 2023 ഏപ്രിൽ 10 ആയിരുന്നു അപേക്ഷിക്കാനുള്ള അവസാന അവസരം. എൻജിനീയറിങ്, മെഡിക്കൽ, അതായത് MBBS, BDS, അഗ്രികൾച്ചർ, വെറ്റിനറി പോലെയുള്ള മെഡിക്കൽ ആൻഡ് മെഡിക്കൽ അലൈഡ് കോഴ്സുകളുടെ എല്ലാം കൂടെയുള്ള ആ വിഭാഗത്തിന് അപേക്ഷിക്കാനുള്ളതും ബിഫാം, ആർക്കിടെക്ചർ, അങ്ങനെ 4 വിഭാഗത്തിലാണ് കുട്ടികൾക്ക് അപേക്ഷകൾ കൊടുക്കാനുള്ള സൗകര്യമുണ്ടായിരുന്നത്. ആ സമയത്ത് പല കാരണങ്ങൾ കൊണ്ടും താങ്കളുടെ കാറ്റഗറികൾ, അത് OBC റിസർവേഷൻ ആകാം, EWS ആകാം, മൈനോറിറ്റി ആവാം, NRI ആവാം, ഫിഷർമാൻ്റെ ആവാം, ഏതു തരത്തിലുള്ള റിസർവേഷനെക്കുറിച്ച് അറിവില്ലായ്മ കൊണ്ടോ അല്ലെങ്കിൽ യഥാസമയം സർട്ടിഫിക്കറ്റ് കിട്ടാത്തത് കൊണ്ടോ ആ റിസർവേഷൻ അല്ലെങ്കിൽ ആ ക്ലെയിം നമുക്ക് അംഗീകരിക്കാൻ പറ്റിയില്ലെങ്കിൽ, സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ, ക്ലെയിം ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഒരവസരം കൂടി കേരള എൻട്രൻസ് കമ്മീഷണർ ഇപ്പോൾ നൽകിയിരിക്കുകയാണ്. 3 നോട്ടിഫിക്കേഷനാണ് ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് കേരള എൻട്രൻസ് കമ്മീഷണറുടെ വെബ്സൈറ്റിൽ ഇപ്പോൾ കിടക്കുന്നത്. ഒന്നാമത്തത്, നമ്മൾ ഏപ്രിൽ 10 അപ്ലൈ ചെയ്തപ്പോൾ ഈ 4 വിഭാഗം എൻജിനീയറിംഗ്, മെഡിക്കൽ, ബിഫാം, ആർക്കിടെക്ചർ, ഇതിൽ എല്ലാ കോഴ്സുകളും വേണ്ട, ഓരോ കുട്ടികൾക്കും വേണ്ട കോഴ്സുകൾ ആഡ് ചെയ്യാൻ യഥാസമയം പറ്റിയില്ല. ഒരു കുട്ടിക്ക് ഓരോ ആപ്ലിക്കേഷനെ കൊടുക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ചിലർ എൻജിനീയറിങ്ങിന് കൊടുത്തു, നീറ്റ് എഴുതി, പക്ഷേ മെഡിക്കലിന് കൊടുക്കാൻ പറ്റിയില്ല. കേരള എൻട്രൻസ് കമ്മീഷണറുടെ വെബ്സൈറ്റ് വഴി മെഡിക്കൽ എന്ന് കൊടുത്താൽ മാത്രമേ MBBS, BDS, അഗ്രികൾച്ചർ, വെറ്റിനറി ഒക്കെ പ്രവേശനം കിട്ടുകയുള്ളൂ. അപ്പോൾ മെഡിക്കൽ എന്ന കോഴ്സ് കൊടുക്കാത്തവർക്കും, അല്ലെ ബിഫാം എന്ന് കൊടുക്കാത്തവർക്കും, അല്ലെങ്കിൽ ആർക്കിടെക്ചർ എന്ന് കൊടുക്കാത്തവർക്കും പുതിയതായി കോഴ്സുകൾ ആഡ് ചെയ്യാനുള്ള അവസരമുണ്ട് 26 വരെ. ഓൾറെഡി ഉള്ള ആപ്ലിക്കേഷനിൽ കോഴ്സുകൾ കൂടുതലായി ആഡ് ചെയ്യാനുള്ള അവസരമാണ്. ഓപ്ഷൻ കൊടുക്കാനോ നീറ്റിൻ്റെ ഡാറ്റാബേസ് എൻ്റർ ചെയ്യാനോ ഒന്നും അല്ല. നമ്മൾ ഏപ്രിൽ 10 അപ്ലൈ ചെയ്തപ്പോൾ എൻജിനീയറിംഗിനോ മെഡിക്കലിനോ ബിഫാമിനോ ആർക്കിടെക്ചറിനോ വെക്കാൻ ഉദ്ദേശിച്ചിരുന്നെങ്കിൽ നമുക്കിപ്പോൾ കോഴ്സുകൾ ഇതിൽ ഏതെങ്കിലും ഒന്ന് നമ്മൾ വിട്ടുപോയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ നീറ്റ് എഴുതി, അല്ലെങ്കിൽ കേരള എൻജിനീയറിംഗ് എഴുതി, ബിഫാമിനും കൂടെ വരണം, അല്ലെങ്കിൽ നേറ്റയുടെ പരീക്ഷ എഴുതി ആർക്കിടെക്ചറിൻ്റെ റാങ്ക് ലിസ്റ്റിനും വരണം. അങ്ങനെ റാങ്ക് ലിസ്റ്റിൽ ഇടം പിടിക്കാൻ കോഴ്സുകൾ ആഡ് ചെയ്യുന്നതിന് 26 വരെ സമയമുണ്ട്. അതൊരു നോട്ടിഫിക്കേഷൻ. രണ്ടാമത്തെ നോട്ടിഫിക്കേഷൻ, ഈ ഏപ്രിൽ 10 കേരള എൻട്രൻസ് കമ്മീഷണർ വെബ്സൈറ്റിൽ കുറേയധികം കുട്ടികൾ അപ്ലൈ ചെയ്തിട്ടേ ഇല്ലായിരുന്നു. മെഡിക്കലിന് പ്രവേശന പരീക്ഷ നീറ്റാണ്. അപ്പോൾ കേരള എൻട്രൻസ് കമ്മീഷണർ വെബ്സൈറ്റിൽ അപേക്ഷിക്കേണ്ടതിൻ്റെ പ്രാധാന്യം അറിയില്ലായിരുന്നു. ആർക്കിടെക്ചർ കോഴ്സിന് പരീക്ഷ എഴുതേണ്ടത് നേറ്റയുടെയാണ്. കേരളത്തിൽ പക്ഷേ പ്രവേശനം കിട്ടണമെങ്കിൽ കേരള എൻട്രൻസ് കമ്മീഷണറുടെ വെബ്സൈറ്റിൽ അപ്ലൈ ചെയ്യണം. അങ്ങനെ പ്രവേശന പരീക്ഷ പലതായിരിക്കുകയും കേരളത്തിൽ അഡ്മിഷൻ കിട്ടാൻ വേണ്ടി കേരള എൻട്രൻസ് കമ്മീഷണറുടെ വെബ്സൈറ്റിൽ ആ റാങ്ക് ലിസ്റ്റ്, കേരള മെഡിക്കൽ റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കാൻ വേണ്ടി കേരളത്തിൻ്റെ വെബ്സൈറ്റിൽ അപേക്ഷിക്കാത്തവർക്ക് പുതിയതായി ഒരു കാരണവശാലും ഒരപേക്ഷ ce.kerala.gov.in വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ടാമത് ചെയ്യാൻ ശ്രമിക്കരുത്. ഇതുവരെയും അപ്ലൈ ചെയ്യാത്തവർക്ക്, കേരള എൻട്രൻസ് കമ്മീഷണറുടെ വെബ്സൈറ്റ് വഴി അപേക്ഷിക്കാത്ത കുട്ടികൾക്ക് അപേക്ഷിക്കാനും 26 വരെ സമയമുണ്ട്. അങ്ങനെ അപേക്ഷിച്ച് മെഡിക്കലെന്നോ ആർക്കിടെക്ചറിനോ കൊടുക്കുകയും റിസർവേഷൻ അനുസരിച്ച് അതിൻ്റെ സർട്ടിഫിക്കറ്റുകളെല്ലാം അപ്ലോഡ് ചെയ്യാനുള്ള അവസരമാണ് 26 ഉള്ളത്. പിന്നെ മറ്റൊരു ഏറ്റവും പ്രധാനപ്പെട്ടത് പ്രൊഫൈൽ വേരിഫിക്കേഷൻ. ഏപ്രിൽ 10 അപേക്ഷിച്ച കുട്ടികൾ തങ്ങളുടെ നേറ്റിവിറ്റി, OBC, ഈഴവ, മുസ്ലിം, വിശ്വകർമ്മ, ലാറ്റിൻ കാത്തലിക്സ് എന്ന് പറയുന്ന കാറ്റഗറി, അതുപോലെ തന്നെ EWS, ഇൻകം, NRI, ഫിഷർമാന്, മൈനോറിറ്റി, ഇങ്ങനെ വിവിധ ക്ലെയിമുകൾക്ക് സർട്ടിഫിക്കറ്റുകൾ അപ്ലോഡ് ചെയ്തിരുന്നു. എന്നാൽ ആ സർട്ടിഫിക്കറ്റുകളിൽ പലതും അപാകതകളുണ്ടായിരുന്നു. കേരളത്തിൽ ജനിക്കാത്ത കുട്ടിക്ക് കേരളത്തിൻ്റെ നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് വെക്കുക, അല്ലെങ്കിൽ EWS സംവരണത്തിൻ്റെ ഫിനാൻഷ്യൽ ഇയർ, സാമ്പത്തിക വർഷം മാറിപ്പോവുക, OBC നോൺ ക്രിമിനൽ സ്റ്റേറ്റ് എംപ്ലോയ്മെൻറ്റ് സർട്ടിഫിക്കറ്റിൻ്റെ അപ്ലോഡ് ചെയ്യുക, തഹസീൽദാരുടെ അപ്ലോഡ് ചെയ്യുക, മൈനോറിറ്റി സർട്ടിഫിക്കറ്റിൻ്റെ യഥാ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാതിരിക്കുക, NRI സർട്ടിഫിക്കറ്റിന് വേണ്ടി NRI സ്റ്റാറ്റസ് മെഡിക്കലിന് ക്രിയേറ്റ് ചെയ്യാൻ വിസയുടെ കാലാവധി ഇല്ലാതിരിക്കുക, അങ്ങനെ വിവിധ മെമ്മോകൾ, ഡിഫക്റ്റുകൾ നമ്മുടെ കേരള എൻട്രൻസ് കമ്മീഷണറുടെ വെബ്സൈറ്റിൽ എല്ലാവർക്കും തന്നെ ഉണ്ടായിരുന്നു. ഇത് പരിഹരിക്കുവാനും 26 വരെ സമയം അനുവദിച്ചിട്ടുണ്ട്. നമ്മൾ ഓൾറെഡി അപ്ലൈ ചെയ്ത കുട്ടികൾക്ക് അവരുടെ സർട്ടിഫിക്കറ്റിലുള്ള അപാകതകൾ പരിഹരിക്കുന്നതിനും 26 വരെ സമയമുണ്ട്. അപ്പോൾ കോഴ്സുകൾ കൂട്ടിച്ചേർക്കാം, പുതിയതായി അപേക്ഷിക്കാം. അതുപോലെ തന്നെ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്തപ്പോൾ കൊടുത്ത സർട്ടിഫിക്കറ്റുള്ള അപാകതകൾ പരിഹരിക്കുന്നതിനും 26 വരെ സമയം അനുവദിച്ചിട്ടുണ്ട്. ഇനി നാലാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു നോട്ടിഫിക്കേഷനിലേക്കാണ് നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കുന്നത്. കീം 2023 ഏപ്രിൽ 10 അപേക്ഷകൾ സമർപ്പിക്കുകയും
യഥാസമയം അവനവന് അർഹതപ്പെട്ട റിസർവേഷനുകൾ ക്ലെയിം ചെയ്യാനുള്ള സാഹചര്യം ഇല്ലാതിരുന്ന കുട്ടികൾക്ക് പുതിയതായി ക്ലെയിം ചെയ്യാനുള്ളൊരവസരം ഇപ്പോൾ വന്നിരിക്കുന്നു. നമുക്ക് നീറ്റ് പരീക്ഷ എഴുതി അല്പം മാർക്ക് കുറവുള്ളത് കൊണ്ട് ഒരു NRI സീറ്റ് വേണമെന്ന് ഇപ്പോൾ തോന്നി. NRIക്ക് പുതിയതായിട്ട് അപേക്ഷ കൊടുക്കാനുള്ളൊരു അവസരം വന്നിരിക്കുന്നു. അതുപോലെ തന്നെ നമുക്ക് EWS സർട്ടിഫിക്കറ്റ് കിട്ടുമായിരുന്നു. പക്ഷേ യഥാസമയം നമ്മളത് പോയി അന്വേഷിക്കാതിരിക്കുകയോ അല്ലെങ്കിൽ അന്വേഷിച്ചിട്ടും ആ ഏപ്രിൽ 20 നമുക്ക് സർട്ടിഫിക്കറ്റ് കിട്ടാത്തത് കൊണ്ട് EWS എന്ന് വെക്കാത്ത കുട്ടികളുണ്ട്. അങ്ങനെ EWS കിട്ടുമെന്നുള്ളവർക്ക് പുതിയതായിട്ട് EWS സർട്ടിഫിക്കറ്റ് സമർപ്പിക്കാം. OBC നോൺ ക്രിമിലെയറിൻ്റെ ആ കിട്ടുമോ ഇല്ലയോ എന്നുള്ള അറിവില്ലായ്മ മൂലം നമ്മൾ OBC ക്ലെയിം ചെയ്യാതെ പോയിട്ടുണ്ട്. അവർക്കെന്നാൽ പിന്നീട് നമ്മുടെ വില്ലേജ് ഓഫീസിൽ നിന്നുള്ള സ്റ്റേറ്റ് എഡ്യൂക്കേഷൻ പർപ്പസിനുള്ള നോൺ ക്രിമിലെയർ കിട്ടി. പക്ഷേ കേരളത്തിൻ്റെ സൈറ്റിൽ OBC എന്ന് കൊടുക്കാൻ പറ്റാത്തവരുണ്ട്, മൈനോറിറ്റി എന്ന് കൊടുക്കാൻ പറ്റാത്തവരുണ്ട്. അങ്ങനെ ഏപ്രിൽ 10 അപേക്ഷിക്കുകയും 20 യഥാസമയം സർട്ടിഫിക്കറ്റുകൾ അപ്ലോഡ് ചെയ്യാൻ പറ്റാത്തവർക്ക് ഏത് റിസർവേഷനും OBC, അതായത് ഈഴവ, മുസ്ലിം, വിശ്വകർമ്മ, ബാക്ക്വേർഡ് ഹിന്ദു, ലാറ്റിൻ, ബാക്ക്വേർഡ് ക്രിസ്ത്യൻ, ലാറ്റിൻ കാത്തലിക്സ്, KU, KN വിഭാഗം, SC വിഭാഗം, ST വിഭാഗം, അതുപോലെ തന്നെ മൈനോറിറ്റി കോട്ട, എക്സ് സർവീസ്മെൻ്റെ കോട്ട, അങ്ങനെ ഏതെങ്കിലും ഒരു റിസർവേഷൻ പുതിയതായിട്ട് ആഡ് ചെയ്യണമെങ്കിൽ ഇപ്പോൾ അതിന് 27 വരെ അവസരമുണ്ട്. നീറ്റിൻ്റെ മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ കേരള എൻട്രൻസ് കമ്മീഷൻ്റെ വെബ്സൈറ്റിൽ നമ്മൾ കേരള മെഡിക്കൽ റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുമ്പോൾ നമുക്ക് EWS വെച്ചുള്ള സംവരണാനുകൂല്യങ്ങൾ കിട്ടണമെങ്കിൽ പുതിയതായിട്ട് ഇപ്പോൾ വില്ലേജ് ഓഫീസറിൽ നിന്ന് EWS സർട്ടിഫിക്കറ്റ് കിട്ടുമെങ്കിൽ ഇപ്പോൾ അപ്ലോഡ് ചെയ്യാം. NRI സീറ്റുകൾ വേണം. കേരളത്തിലെ 19 സ്വകാര്യ മെഡിക്കൽ കോളേജുകളിലും NRI സീറ്റുകൾ വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ പുതിയതായിട്ട് NRI സ്റ്റാറ്റസ് ക്രിയേറ്റ് ചെയ്യാം. എന്തൊക്കെയാണ് NRI സ്റ്റാറ്റസ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ എന്താണ് അപ്ലോഡ് ചെയ്യേണ്ടത്? വിസയും പാസ്പോർട്ടും അതുപോലെ തന്നെ NRI സർട്ടിഫിക്കറ്റും പിന്നെ നമ്മുടെ സത്യവാങ്മൂലവും ബന്ധം കാണിക്കുന്ന രേഖയും ഒരുമിച്ച് ഒറ്റ PDF ആയിട്ട് അപ്ലോഡ് ചെയ്യണം. അതുപോലെ തന്നെ നോൺ ക്രിമിലെയർ അപ്ലോഡ് ചെയ്യുമ്പോഴോ സ്റ്റേറ്റ് എഡ്യൂക്കേഷൻ പർപ്പസ് എന്നുള്ള സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യണം. അങ്ങനെ പുതിയതായി ഏത് റിസർവേഷനും ക്ലെയിം ചെയ്യാനുള്ള ഒരു പോർട്ടലാണ്, ഒരു നോട്ടിഫിക്കേഷനാണ് 27 വൈകുന്നേരം വരെ ഇപ്പോൾ വന്നിരിക്കുന്നത്. അപ്പം NRI സ്റ്റാറ്റസ് നോക്കിയിരിക്കുന്ന ഒത്തിരി കുട്ടികളുണ്ടായിരുന്നു. അവർക്ക് ഇപ്പോൾ ഇതൊരു വലിയ അവസരമാണ്. പക്ഷെ ഒരു കാര്യം, ഇവിടെ നമ്മുടെ സർട്ടിഫിക്കറ്റുകളുടെ ഡിഫക്റ്റ് പരിഹരിക്കാനുള്ള സമയം അനുവദിക്കാൻ നിവൃത്തിയില്ല. കാരണം ഇപ്പോൾ തന്നെ അടുത്ത ആഴ്ച തന്നെ നീറ്റിൻ്റെ മാർക്ക് ആഡ് ചെയ്തുകൊണ്ട് കേരള മെഡിക്കൽ റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കാനുണ്ട്. ജൂലൈ 1 മുതൽ കേരള എഞ്ചിനീയറിംഗിൻ്റെ അലോട്ട്മെൻറ്റ് കൊടുക്കാനുണ്ട്. അപ്പോൾ കാറ്റഗറി റാങ്ക് ലിസ്റ്റ് അപ്ലോഡ് ചെയ്യേണ്ട സമയമായി. അതുകൊണ്ട് ഇനി അപ്ലോഡ് ചെയ്യുന്ന സർട്ടിഫിക്കറ്റുകളുടെ ഡിഫക്റ്റ് പരിഹരിക്കാനൊരു അവസരം തരികയില്ല. അതുകൊണ്ട് കൃത്യമായിട്ട് വളരെ ശ്രദ്ധയോടുകൂടി തന്നെ പുതിയതായിട്ട് സർട്ടിഫിക്കറ്റുകൾ വേണ്ടവർ മാത്രം അപ്ലോഡ് ചെയ്യണം. പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഓൾറെഡി റിസർവേഷൻ കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഈഴവ വിഭാഗമാണ്, ഈഴവയ്ക്ക് നോൺ ക്രിമിലെയർ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അവനവൻ്റെ കാറ്റഗറിയിൽ ഈഴവ എന്ന് കാണാം. അങ്ങനെയുണ്ടെങ്കിൽ ഇപ്പോൾ എന്തെങ്കിലും ചെയ്യണോ? വേണ്ട. EWS നിന്ന് കിട്ടിയിട്ടുള്ളവർ എന്തെങ്കിലും ചെയ്യണോ? വേണ്ട. NRI നിന്ന് കിട്ടിയിട്ടുണ്ട്, ഒന്നും ചെയ്യേണ്ടതില്ല. പുതിയതായി അപേക്ഷിക്കാനുള്ള അവസരമാണിപ്പോൾ കേരള എൻട്രൻസ് കമ്മീഷന്റെ വെബ്സൈറ്റിൽ വന്നിരിക്കുന്നത്. ce.kerala.gov.in എന്ന വെബ്സൈറ്റിൽ ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡ് അടിച്ച് ലോഗിൻ ചെയ്യുമ്പോൾ ഒന്നുകിൽ നമുക്ക് ആഡ് കോഴ്സ് എന്നുള്ളതുണ്ട്, അല്ലെങ്കിൽ മെമ്മോ വന്നിട്ടുണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യാനുള്ള സമയമുണ്ട്, ഡിഫക്റ്റ് മാറ്റാനുള്ള സമയമുണ്ട്. അതോടൊപ്പം തന്നെ പുതിയതായി ഏതെങ്കിലും റിസർവേഷൻ ക്ലെയിം ചെയ്യണമെങ്കിൽ NRI ഉൾപ്പെടെ, EWS ഉൾപ്പെടെ, മൈനോറിറ്റി ഉൾപ്പെടെ ഒരു വിദ്യാർത്ഥിക്ക് അർഹമായിട്ടുള്ള ഏതൊരു റിസർവേഷനും പുതിയതായിട്ട് കൊടുക്കാനുള്ള ഒരു അവസരമാണ് ഇപ്പോൾ കേരള എൻട്രൻസ് കമ്മീഷന്റെ വെബ്സൈറ്റിൽ വന്നിരിക്കുന്നത്. പുതിയതായിട്ട് ക്ലെയിം ചെയ്യാനുള്ള അവസരം 27 വൈകുന്നേരം അവസാനിക്കുകയും ചെയ്യും. അപ്പം കീം 2023 ഏറ്റവും വലിയൊരു അപ്ഡേഷൻസാണ് ഇപ്പോൾ ce.kerala.gov.in എന്ന വെബ്സൈറ്റ് വഴി നടന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ കേരള മെഡിക്കൽ റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കാൻ വേണ്ടിയുള്ള നീറ്റിൻ്റെ മാർക്ക് എൻട്രി ചെയ്യാനുള്ള നീറ്റിൻ്റെ ഡേറ്റ സബ്മിഷനുള്ള നോട്ടിഫിക്കേഷൻ ഇതുവരെ വന്നിട്ടില്ല. അത് ഏറ്റവും ഉടൻ തന്നെ വരുന്നതാണ്. നമുക്ക് ആ നീറ്റിൻ്റെ ആപ്ലിക്കേഷൻ നമ്പറും റോൾ നമ്പറും കേരള എൻട്രൻസ് കമ്മീഷന്റെ വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്ത് കൊടുത്താൽ മാത്രമേ കേരള മെഡിക്കൽ റാങ്ക് ലിസ്റ്റ് വരികയുള്ളൂ. ആ നോട്ടിഫിക്കേഷൻ ഇതുവരെ വന്നിട്ടില്ല. അത് വന്നു കഴിഞ്ഞാൽ യഥാസമയം നിങ്ങളെ അറിയിക്കുന്നതാണ്. അതുവരെ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻറ്റ് സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റ് സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.